പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു പട്ടുനൂലു ഞാൻ കെട്ടി ഞാൻ. അങ്ങനെ പൊട്ടി തകർന്ന പട്ടുനൂല് കഴിഞ്ഞാലായിട്ട് ഞാൻ ഇങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ ഞാൻ പറയുന്ന എന്റെ കടയുടെ ഫ്രണ്ടിൽ ഞാൻ അറിയാതെ ബാനർ വെച്ച് പോലും എത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ ചത്ത് കിടക്കായിരുന്ന ഇതിന്റെ അകത്ത് എന്റെ കടയുടെ ഫ്രണ്ടിൽ ഇത് വിൽക്കാനിട്ടിരിക്കുക എന്നുള്ള പോസ്റ്റർ വെക്കാനും ബാനർ വെക്കാനും വേണ്ടിയിട്ട്. എന്തുവാടെ ഈ മഞ്ജുമാരില്ല ഇങ്ങനെ ഒന്ന് ജീവിക്കാൻ സമ്മതിക്കണ്ടേ? അവള് ഇങ്ങനെ അസൂയ മൂത്തിട്ട് എന്തെല്ലാമായി പറഞ്ഞുണ്ടാക്കുന്ന പഠിച്ചവന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഇങ്ങനെയും അസൂയ പെയ്ത മനുഷ്യന്മാരുണ്ട്. ഒരു മനുഷ്യനെന്ന് ജീവിക്കുന്ന കണ്ടുകഴിഞ്ഞാൽ ഇത്രയും കണ്ണുകടിയാണോ? എല്ലാ നാട്ടിലും ഇങ്ങനെ ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ എന്റെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആട്ടോ. സത്യം പറയല്ല, എന്റെ കസ്റ്റമർ എല്ലാം എന്റെ നാട്ടുകാരൊന്നും അല്ല. എനിക്ക് കുറച്ചൊരു 2-3 കിലോമീറ്ററിന് അപ്പുറപ്പുറമുള്ള ആൾക്കാരാണ് എന്റെ നല്ല കസ്റ്റമേഴ്സ് കേട്ടോ. വണ്ടി വിളിച്ച് വരുന്ന ആൾക്കാരും എനിക്കുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് മാത്രമല്ല, വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കടയിൽ ഒരു 5-6 പേര് അധികം കയറുമ്പോഴത്തേക്ക് അപ്പുറം ഇരിക്കുന്ന എന്തെങ്കിലും കടക്കാർക്ക് ഭയങ്കര തേളടി. അയ്യോ അത്രയും പേര് വന്നു. എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം ഉണ്ട് കേട്ടാ, ഇന്ന് നല്ല കസ്റ്റമർ ഉണ്ടായിരുന്നല്ലേ? എടേ എനിക്ക് കസ്റ്റമർ ഉണ്ടെങ്കിൽ ഇവർക്ക് എന്താ ഞാൻ ഇവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ? അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടാനുള്ളത് ഞാൻ തട്ടിപ്പറിച്ച് വാങ്ങിക്കുന്നത്. എന്റെ കടയിലുള്ളതല്ല അവരുടെ അവിടെ ഇരിക്കുന്നത്. എന്നാലും അവർക്ക് വെപ്രാളമാണ്. എന്ത് മനുഷ്യരാന്ന് തോന്നുന്നു. അത് പോരാത്തതിന് പിന്നെ വേറെ കാര്യം വെച്ചാൽ കസ്റ്റമർ ഒന്ന് കുറവാന്ന് പറഞ്ഞോട്ടെ. അപ്പൊ അവരുടെ മൊത്തം സന്തോഷത്തിലോട്ട് പറയുന്ന പറഞ്ഞ ഇന്ന് കസ്റ്റമർ ഒന്നും ഇല്ലായിരുന്നില്ല, എന്താ പറ്റി? സാധനം ഒന്നും ഇല്ലേ? ഈ സാധനങ്ങൾ പുഴുങ്ങാനാണോ വെച്ചിരിക്കുന്നത്? എത്ര സാധനങ്ങൾ സ്റ്റോക്കറൊക്കെ ചെയ്ത് പുഴുങ്ങി തിന്നാനാണോ? അല്ല പിന്നെ എന്തെല്ലാം തരം മനുഷ്യന്മാരാണെന്നോ? എല്ലാ നാട്ടിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ വേറെ കാര്യം, നമ്മുടെ കാര്യം നോക്കി നമ്മുടെ ജോലി നോക്കി ഇരുന്നാൽ പോരെ. ഞാൻ അവരാരെയും തിന്നയിൽ പോയി എത്തി നോക്കുന്നു, അവരുടെ കടയിൽ പോയിട്ട് ഇങ്ങനെ അവിടെ ആൾ വരുന്നുണ്ട്, ഇവിടെ ആൾ വരുന്നു, എനിക്ക് ഞാൻ നോക്കുന്നില്ല. പിന്നെ എന്തിനാ എന്റെ കടയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് കസ്റ്റമർ ഉണ്ടോ ഇല്ല എന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ച് കയ്യിലിരിക്കുന്ന പൊതിയിൽ കൂടെ ആയിരിക്കും നോക്കുന്നത്, നല്ല കനത്തിൽ എടുത്തിട്ടുണ്ടോന്നും കൂടെ. എന്തുതരം മനുഷ്യന്മാരാണോ എന്ന് പല രീതിയിൽ നോക്കിയിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കട വിൽക്കാൻ ഇട്ടിരിക്കുന്നത്, പോസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പബ്ലിസിറ്റി ചെയ്യുന്നത്. അപ്പോഴെന്ത് ചെയ്യും? ആൾക്കാർ വിചാരിക്കും എന്തുവാ വിൽക്കാനിട്ടിരിക്കുന്ന കടയിൽ സ്റ്റോക്കൊന്നും കാണത്തില്ലല്ലോ, മാത്രമല്ല ഡെത്ത് സ്റ്റോക്ക് ആയിരിക്കും, അവർ സാധനം ഇപ്പോൾ ഇറക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ കയറത്തില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഓൺലൈനായിട്ട് ഞാൻ വരുത്തുക എന്നുള്ളത്. എന്റെ പഠിച്ചവനെ ഞാൻ ഈ മാസം പോയി കിടന്ന് പിന്നെ ആദ്യം കുടിക്കാതെ വെയിലും കൊണ്ട് ട്രെയിനിലെ നാറ്റവും സഹിച്ച് പോണത്. പിന്നെ എങ്ങോട്ടാ? ഞാൻ സാധനം എടുക്കാൻ തന്നെയല്ലേ പോണത്. പിന്നെ ഞാനതൊന്ന് വീഡിയോ അധികം ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. വീഡിയോ ചെയ്തെങ്കിലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ. ഇവർ പക്ഷേ ഇത് കാണുന്നില്ലല്ലോ, അതോ കാണുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഏകദേശം 500 പേരോളം എന്നെ അറിയാവുന്നവർ ഈ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ മനസ്സിലാവും. അവരറിയാത്ത ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇപ്പൊ നമ്മൾ ഓൺലൈൻ എടുക്കുന്ന ഇത്ര മോശമാണെന്ന് ഇതിന് കസ്റ്റമർ വരുമ്പോൾ പറയും, നിങ്ങൾ സാധനം എടുക്കുന്ന ഓൺലൈൻ അല്ലേ, അവരൊക്കെ എടുക്കുന്നത് പിന്നെ പോയി പർച്ചേസ് ചെയ്തുകൊണ്ട് അവിടെയൊക്കെ നല്ല സാധനം കാണുമല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പോയി എടുക്കുന്നത് ഓൺലൈൻ ആയാലും നമ്മളങ്ങനെ അധികം ഓൺലൈൻ അങ്ങനെ എടുപ്പില്ല. ഞാൻ സാധാരണ എല്ലാവരും പോയി തന്നെയാണ് എടുക്കുന്നത്. പിന്നെ എന്തിനാ ഇങ്ങനെ മനുഷ്യന്മാരെ ദ്രോഹിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പഠിച്ചവൻ എനിക്ക് തരാൻ വെച്ചതല്ലേ എനിക്ക് തരത്തുള്ളൂ, അവർക്ക് കൊടുക്കാൻ വെച്ചതല്ലേ അവർക്ക് കൊടുക്കത്തുള്ളൂ. ഇതിപ്പോൾ അഥവാ എനിക്ക് കിട്ടി ഞാൻ ഇവർക്ക് വല്ലതും കൊടുക്കുന്നില്ലല്ലോ, ഞാൻ വീട്ടിലോട്ടല്ലേ കൊണ്ടുപോകണത്. എന്തിനാ ഈ മനുഷ്യന്മാർ ഇങ്ങനെ ദ്രോഹിക്കുന്ന പഠിച്ചവനെ? പിന്നെ വിധിച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇതാണ് കിട്ടുക. അതെല്ലാം വിധിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വായിക്ക് ഇങ്ങനെ കൊണ്ടുവച്ചാലും അത് പോയി, പിന്നെ നമുക്കത് കിട്ടും.